ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ എല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട്. കഴിഞ്ഞ ദിവസം ഭഗവാൻ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഒരു ദിവസം രാമനും കൃഷ്ണനും ഭാർഗവരാമൻ, അതായത് പരശുരാമൻ തപസ്സു ചെയ്യുന്ന ഗോമന്ത പർവ്വതം കാണാനായിട്ട് പുറപ്പെടുന്നു. മധുരയിൽ നിന്ന് യമുന കടന്നിട്ട് ഏതാനും നാഴിക തെക്കു ഭാഗത്തായിട്ടാണ് ഈ ഗോമന്ത പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഭാർഗവരാമൻ ശിഷ്യന്മാരോടുമൊക്കെ ചേർന്നിട്ട് തപസ്സു ചെയ്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് ചെല്ലുകയാണ് രാമനും കൃഷ്ണനും. ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭാർഗവരാമനെ കാണുകയാണ് അവർ രണ്ടുപേരും ഭക്തിപൂർവം അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. അങ്ങനെ ഭാർഗവരാമൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുകയാണ്. അദ്ദേഹം തൻ്റെ നയനങ്ങൾ തുറക്കുന്നു. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പുണ്യ അവതാരമായ ശ്രീകൃഷ്ണമൂർത്തി അനന്താംശമായ ബലരാമനും ഒരുമിച്ച് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇത് ബലരാമനാണെന്നും അനന്തനാണെന്നും അടുത്തത് കൃഷ്ണനാണെന്നും മഹാവിഷ്ണുവാണെന്നും ആര് മനസ്സിലാക്കുന്നു? കണ്ട മാത്രയിൽ തന്നെ ഭാർഗവരാമൻ മനസ്സിലാക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് ഭാർഗവരാമൻ എങ്കിലും തന്നിലുള്ള വൈഷ്ണവാംശം മുഴുവനും ദശരഥപുത്രനായ ശ്രീരാമനിൽ സമർപ്പിതമാക്കിയതിനു ശേഷം അദ്ദേഹം മഹായോഗിയായി തപസ്സു ചെയ്യുന്ന കാലമായിരുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അതായത് തൻ്റെ വൈഷ്ണവാംശം മുഴുവനും ശ്രീരാമചന്ദ്രനു നൽകുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തില്. അത് നമുക്ക് വളരെ വിശദമായി തന്നെ നമുക്ക് ഇനി കർക്കടക മാസം വരുന്ന സമയത്ത് രാമായണം കഥ പറയുന്ന സമയത്ത് നമുക്ക് പറയാം. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ഒരു മഹായോഗിയായി തപസ് ചെയ്യുകയാണ്. ആ സമയത്താണ് രാമനും കൃഷ്ണനും ഭഗവാനെ ഭാർഗവരാമനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഭാർഗവരാമൻ എഴുന്നേൽക്കുന്നു. 14 വയസ്സ് പ്രായമാണ് ആ സമയത്ത് കൃഷ്ണന്. ബാലഗോപാലമൂർത്തിയാണ്. ബാലഗോപാലമൂർത്തിയായ ശ്രീകൃഷ്ണനെ പരശുരാമൻ തൊഴുതു വണങ്ങുകയാണ്. പരശുരാമൻ ചോദിക്കുകയാണ്, സ്വാമി, അങ്ങിപ്പോൾ ഇങ്ങോട്ടെഴുന്നള്ളിയതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു. ഞാനും അങ്ങും വിഭിന്നങ്ങളല്ല എന്ന് എനിക്കറിയാം. ഒന്നിൻ്റെ 2 ഭാവങ്ങൾ എങ്കിലും നാം മനുഷ്യരൂപികളായി അവതരിച്ചു. ആ സ്ഥിതിക്ക് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചേഷ്ടകളും എല്ലാം തന്നെ നമുക്കും ബാധകമാണ്. അങ്ങയെ കാണാനിടയായത് എൻ്റെ തപസ്സിൻ്റെ സുഹൃതമാണ് എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. അങ്ങ് പറയുക, അങ്ങ് എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ മഹർഷി, അങ്ങ് തപസ്സു ചെയ്യുന്ന ഈ പുണ്യപർവ്വതം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. അതോടൊപ്പം മഹാത്മാവായ അങ്ങയെ ഒന്ന് ദർശിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടായി. അതിനുവേണ്ടി വന്നു എന്ന് മാത്രം. ഇങ്ങനെ കൃഷ്ണൻ പറയുകയാണ്. ഹേ ദിവ്യകുമാര, സർവലോകങ്ങളും
ആരിൽ വിലസുന്നുവോ ആ ജഗന്മയനായ അങ്ങേക്ക് ഈ പർവ്വതം കാണുവാൻ ആഗ്രഹമുണ്ടോ? അങ്ങിൽ തന്നെയല്ലേ സർവലോകങ്ങളും സർവചരാചരങ്ങളും അങ്ങിൽ തന്നെയല്ലേ വസിക്കുന്നത്. എന്നെയും ഈ പർവ്വതത്തെയും കാണുവാൻ വേണ്ടി അങ്ങ് ഇവിടെ വന്നു എന്നു തന്നെ ആയിക്കൊള്ളട്ടെ. ആയതിന് അങ്ങയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കരവീരം എന്ന ഒരു ദേശമുണ്ട്. സുഗല വാസുദേവൻ എന്ന ദുഷ്ടനായ ഒരു രാജാവാണ് ആ ദേശം ഭരിക്കുന്നത്. കരിവീരം എന്ന ദേശം ഭരിക്കുന്നത് ഒരു ദുഷ്ടരാജാവായ സുഗല വാസുദേവൻ എന്ന രാജാവാണ്. അവിടുന്ന് മാത്രമാണ് വാസുദേവൻ. പക്ഷേ അവനും ഒരു വാസുദേവനായി അഭിനയിക്കുകയും അനവധി ദുഷ്ടത്തരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ദുഷ്ടന്മാരെ വധിക്കുന്നതും ശിഷ്ടന്മാരെ പരിപാലിക്കുന്നതുമാണല്ലോ അങ്ങയുടെ അവതാരത്തിന്റെ ഉദ്ദേശം. ആ നിലയിൽ ഇത് അങ്ങയുടെ കർത്തവ്യമാണ്. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ദുഷ്ടനെ എനിക്ക് വധിക്കുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് അങ്ങേക്ക് തോന്നും. 21 വട്ടം ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ വധിച്ചവനാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്കതിന് കഴിവില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങ് സംശയിക്കും. ഞാൻ അന്നത്തെ യുഗപുരുഷനായിരുന്നു. ഈ യുഗത്തിൻ്റെ അധികാരി ഞാനല്ല. എനിക്ക് അതിനുള്ള അധികാരമില്ല. സ്യമന്ത പഞ്ചക തീർത്ഥത്തിൽ തർപ്പണം ചെയ്ത് നരഹത്യ ഞാൻ അവസാനിപ്പിച്ചു കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ഈ യുഗത്തിൽ അങ്ങാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പരശുരാമൻ കൃഷ്ണനോട് പറയുന്നു. അങ്ങനെ പരശുരാമന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി പരശുരാമനെ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണൻ ജ്യേഷ്ഠനായ രാമനുമൊത്ത് ഗോമന്ത പർവ്വതത്തിൻ്റെ അടിഭാഗത്തേക്ക് പോയി. അവിടെ ഏതു രാജ്യമാണ്? കരവീരം എന്ന രാജ്യമാണ്. ആ രാജ്യത്തിൽ പ്രവേശിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ശംഖായ പാഞ്ചജന്യം എടുത്ത് മുഴക്കുന്നു. ശംഖിന്റെ നാദം കേട്ടിട്ട് ക്രുദ്ധനായ ആ രാജാവ് തൻ്റെ രത്നസിംഹാസനത്തിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങുന്നു. ആരാണ് ശംഖു വിളിച്ചത് എന്ന് അന്വേഷിക്കുന്നു. 2 കുമാരന്മാർ വന്നിരിക്കുന്നു, അവരാണ് ചെയ്തത് എന്ന് ഭടന്മാർ പറയുന്നു. ഉടൻ തന്നെ സമർത്ഥരായ 10 ഭടന്മാരെ വിളിക്കുകയാണ് ആ രാജാവ്. എന്നിട്ട് ആ ബാലന്മാരുടെ കഴുത്തു മുറിച്ചിട്ട് അവരുടെ തലകൾ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുവാൻ ഈ രാജാവ് ശൃഗല വാസുദേവൻ എന്ന രാജാവ് പറയുന്നു. ഉടൻ തന്നെ ഭടന്മാർ രാമനെയും കൃഷ്ണനെയും വധിക്കുവാനായി പുറപ്പെടുന്നു. 10 പേരെയും അവര് കൊന്നുകളയുകയും ചെയ്തു. അത് കണ്ട് രാജാവിന് വളരെയധികം ദേഷ്യം തോന്നുകയും വലിയ ഒരു സേനയോടുകൂടി രാമകൃഷ്ണന്മാരുടെ അടുക്കലേക്ക് യുദ്ധത്തിന് തയ്യാറായി എത്തിച്ചേരുകയും ചെയ്തു. പിന്നീട് വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ധാരാളം ഭടന്മാർ മരണപ്പെട്ടു. ഈ ശൃഗല വാസുദേവൻ ഉഗ്രമൂർത്തികളെ ആരാധിക്കുന്ന ഒരു രാജാവായിരുന്നു. ഈ ദേവതകളെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ശൃഗല വാസുദേവൻ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു രക്ഷാ കവചം ഈ രാജാവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ആയുധം കൊണ്ട് ഇവനെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കൃഷ്ണന് മനസ്സിലാവുകയും
മധുസൂദനൻ തൻ്റെ സുദർശന ചക്രമെടുത്ത് അവന്റെ കഴുത്ത് മുറിച്ച് അവന്റെ ശിരസ് താഴെയിടുകയും ചെയ്തു. അതോടുകൂടി അവന്റെ സൈന്യം ഒന്നടങ്കം കീഴടങ്ങുകയും കൃഷ്ണനോട് അഭയം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ ശൃഗല്ലൻ ജനദ്രോഹം ചെയ്ത് സംഭരിച്ചു വെച്ചിരുന്ന വിലയേറിയ സ്വർണങ്ങളും രത്നങ്ങളും സമ്പത്തുകളും മുഴുവനും അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വന്തമായി. അങ്ങനെ അത് മുഴുവനും മധുരയിലേക്ക് തലച്ചുമടായി കൃഷ്ണൻ കൊടുത്തയക്കുകയും ചെയ്തു. അതിനുശേഷം ശൃഗലന്റെ പുത്രനെ രാജാവായി ആ രാജ്യത്തു തന്നെ വാഴിക്കുകയും ജനക്ഷേമകരമായി രാജ്യം ഭരിക്കണം എന്ന് പറയുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പിന്നീട് അവർ അവിടെ നിന്നും തിരിച്ച് ഗോമന്ത പർവ്വതത്തിന്റെ മൂർധാവിലുള്ള പ്രവർഷണം എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറുകയും ചെയ്തു. ആ കൊടുമുടിക്ക് പ്രവർഷണം എന്ന് പേരുണ്ടായത് അവിടെ എപ്പോഴും മഴയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊരു പേര് ആ കൊടുമുടിക്കുണ്ടായത്. ആ കൊടുമുടിയിൽ നിന്നുകൊണ്ട് 4 പാടും നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം വളരെ മനോഹരമായ ഒരു ചിത്രശലഭം എന്ന നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രത്തോളം മനോഹരമായ ഒരു കൊടുമുടിയാണ്. അവിടെ നിന്നാൽ ഈ ലോകം മുഴുവനും അത്രത്തോളം മനോഹരിയായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 4 മാസം രാമനും കൃഷ്ണനും ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആ കൊടുമുടിയിൽ താമസിച്ചു. അവിടെ വെച്ചാണ് കൃഷ്ണൻ പടിഞ്ഞാറേ ഭാഗത്ത് പശ്ചിമ സാഗരത്തിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ഭാവി രാജധാനി, ആ രാജധാനി ഏതായിരിക്കണം, ആ രാജധാനിയായ ദ്വാരകയുടെ സ്ഥാനം നിർണയിച്ചത്. എവിടെ ആയിരിക്കണം തൻ്റെ രാജധാനി, ഇനി താൻ എവിടെ വസിക്കണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിച്ചത് അവിടെ വെച്ചാണ്. കാരണം ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ താമസിക്കുന്നത് എവിടെയാണ്? മധുരയിലാണ്. ശരിക്കും ആ മധുരയുടെ അവകാശിയാണോ കൃഷ്ണൻ? അല്ല. കംസന്റെ മക്കളുണ്ട്, അവർക്കാണ് അവകാശം. ഭഗവാൻ അതറിയാം. അതുകൊണ്ടാണ് ഇനി താനൊരു രാജധാനി, തനിക്കായി ഒരു രാജധാനി നിർമ്മിക്കണം എന്ന് ഒരു ആഗ്രഹം ഭഗവാന് തോന്നുകയും അതെവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ ആ കൊടുമുടിയിൽ, പ്രവർഷണം എന്ന കൊടുമുടിയിൽ വെച്ചിട്ടാണ് ദ്വാരകയുടെ സ്ഥാനം ഭഗവാൻ നിർണയിച്ചത്. അങ്ങനെ പ്രവർഷണത്തിൽ താമസിക്കുന്ന ആ കാലത്ത് ഒരു ദിവസം പക്ഷീന്ദ്രനായ ഗരുഡൻ ഭഗവാന്റെ അടുത്തേക്ക് വരികയും ഭക്തിപൂർവം നമസ്കരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു, അടിയൻ അവിടുത്തെ ദാസനും വാഹനവുമായ ഗരുഡനാണ്. എന്തു സേവനമാണ് അടിയൻ ചെയ്യേണ്ടത് അങ്ങേക്ക് വേണ്ടി എന്ന് ഗരുഡൻ ഭഗവാനോട് ചോദിക്കുന്നു. ഭഗവാൻ പക്ഷിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഗരുഡ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ വാഹനം തന്നെയാണു നീ. എന്നാൽ ഞാൻ മനുഷ്യവേഷത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എപ്പോഴും നിന്നെ വാഹനമായി സ്വീകരിക്കുന്നത് ശരിയല്ല. അതോടുകൂടി ഞാൻ ആരാണ് എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു എന്ന് വരും. എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം സാധിക്കുവാൻ അത് തടസ്സമായി തീരുകയും ചെയ്യും. എൻ്റെ വാഹനമായ നീ സദാ എൻ്റെ കൂടെ ജീവിച്ചാൽ പിന്നെ ഞാൻ കൃഷ്ണനല്ല, ഞാൻ വിഷ്ണുവാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലം പൊയ്ക്കൊള്ളുക. നിന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം എനിക്കുണ്ടായാൽ ആ സമയം ഞാൻ നിന്നെ സ്മരിച്ചു കൊള്ളാം. അപ്പോൾ നീ പ്രത്യക്ഷപ്പെട്ടാൽ മതി എന്ന്
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് ആ പക്ഷി ഗരുഡൻ നമസ്കരിച്ചതിനു ശേഷം അദ്ദേഹം ആകാശത്തിലേക്ക് പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ പ്രവർഷണത്തിലെ താമസത്തിനു ശേഷം രാമനും കൃഷ്ണനും തിരിച്ച് മധുരയിലേക്ക് പോവുകയും ചെയ്തു. തൻ്റെ സ്നേഹിതനായ ശൃഗാലനെ കൃഷ്ണൻ വധിച്ചു എന്നറിഞ്ഞ ജരാസന്ധൻ വീണ്ടും മധുരയിലെത്തി കൃഷ്ണനോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിലും ജരാസന്ധൻ തോറ്റുപോവുകയാണ് ചെയ്തത്. എങ്ങനെയും മധുര വീണ്ടെടുക്കണം എന്ന ചിന്തയാണ് ജരാസന്ധന്. എങ്ങനെയും കൃഷ്ണനെ പരാജയപ്പെടുത്തണം. അങ്ങനെ നിരന്തരം ജരാസന്ധൻ കൃഷ്ണനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. 17 തവണ യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. ആ 17 തവണയും ജരാസന്ധൻ തോറ്റുപോവുകയാണ് ചെയ്തത്. 391 അക്ഷൗണി പടകളാണ് ഈ 17 യുദ്ധങ്ങളിൽ കൂടി ജരാസന്ധന് നഷ്ടപ്പെട്ടത്. അത്രയും ഭടന്മാർ ആ യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്തു. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് മധുര വിട്ട് ദ്വാരകയിലേക്ക് പോവുക. അങ്ങനെയുള്ള ചില വലിയ തീരുമാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഭഗവാന്റെ യാത്ര. ആ യാത്രയിൽ നമുക്കെല്ലാവർക്കും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ രാമനോടൊത്ത് പരശുരാമനെ കാണാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് പരശുരാമൻ പറഞ്ഞതനുസരിച്ചിട്ട് ശൃഗല വാസുദേവൻ എന്ന ദുഷ്ടനെ ഭഗവാൻ വധിക്കുന്നു. പിന്നീട് ദ്വാരകയുടെ സ്ഥാനം ഭഗവാൻ നിശ്ചയിക്കുന്നു. അപ്പൊ ഭഗവാന് പല തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ ഭഗവാൻ കുറേശ്ശെയായിട്ട് നടപ്പിലാക്കാൻ പോവുകയാണ്. വീണ്ടും ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം 17 യുദ്ധങ്ങളാണ് നടന്നത്. ഈ സമയത്ത് ഭഗവാന് 14 വയസ്സാണ് പ്രായമുള്ളത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാധവത്തിന്റെ കൂടെ ആദ്യം മുതൽ സഞ്ചരിച്ചവര് ഭഗവാന്റെ തിരു അവതാരം മുതൽ ഇന്ന് ആ കുഞ്ഞു കൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാരാഗൃഹത്തിന്റെ ആ പരുപരുത്ത തിണ്ണയിൽ കിടന്ന് കരയുന്ന ഉണ്ണിക്കണ്ണൻ. അതിനുശേഷം അച്ഛൻ്റെ മാറോട് ചേർന്നിരുന്ന് ആ വലിയ കൊടുങ്കാറ്റിലും പേമാരിയിലും പെട്ട് അങ്ങനെ ആ പേമാരിയിലും കൊടുങ്കാറ്റിലും ഒക്കെ അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്ന കൃഷ്ണൻ. അങ്ങനെ അമ്പാടിയിലെത്തുന്ന കൃഷ്ണൻ, യശോദയുടെ ഉണ്ണിക്കണ്ണനായിട്ട് വളരുന്ന കൃഷ്ണൻ, വൃന്ദാവനത്തിലേക്ക് പോകുന്ന കൃഷ്ണൻ അല്ലേ? അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോകുന്നു. പിന്നീട് മധുരയിലേക്ക്. ഭഗവാന്റെ വിദ്യാഭ്യാസം, ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് അയക്കുന്ന ഭാഗം, വൃന്ദാവനത്തിലെ ലീലകള് അല്ലേ? രാസക്രീഡ. അങ്ങനെ ഭഗവാന്റെ കൂടെ സഞ്ചരിച്ചവരാരൊക്കെയാണ്? ഇപ്പോൾ ഭഗവാൻ സ്വന്തമായി ഒരു രാജധാനിയിലേക്ക്, ആ രാജധാനിയുടെ സ്ഥാനം നിർണയിച്ചിരിക്കുന്നു. ഇനി ഭഗവാന്റെ ഒരു കൂടുമാറ്റമാണ്. മധുരയിൽ നിന്നുള്ള കൂടുമാറ്റം എങ്ങോട്ടേക്ക്? ദ്വാരകയിലേക്ക്. ആരൊക്കെ പോകുന്നുണ്ട് ഭഗവാന്റെ കൂടെ ദ്വാരകയിലേക്ക്? നിങ്ങളെല്ലാവരും ഭഗവാന്റെ കൂടെ ദ്വാരകയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് മാറ്റിവെക്കുക. ഭഗവാനെ മനസ്സു നിറഞ്ഞ് സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.